Study of Psychology Branches Episode 4. Welcome everyone to today's counseling study class. ഇന്നത്തെ കൗൺസിലിംഗ് പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Let's see what we learned last day. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. 1. Counseling Psychology. ഉപബോധന ചികിത്സ മനഃശാസ്ത്രം അല്ലെങ്കിൽ ഉപദേശ ചികിത്സ മനഃശാസ്ത്രം. 2. Cross-cultural psychology. സംസ്കാര മനഃശാസ്ത്രം. 3. Developmental psychology. വികസന മനഃശാസ്ത്രം. 4. What is educational psychology? Antan Vidyabhyasa Manasastram. 5. What is experimental psychology? എന്താണ് പരീക്ഷണാത്മക മനഃശാസ്ത്രം? 6. What is forensic psychology? കുറ്റാന്വേഷണ മനഃശാസ്ത്രം, ഫോറൻസിക് സൈക്കോളജി എന്താണ്? We learned things like this in the last class. തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. Today we are going to learn a brief description of the 13th to 18th branches of human psychology. ഇന്ന് നമ്മൾ മനുഷ്യ മനഃശാസ്ത്രത്തിന്റെ 13 മുതൽ 18 വരെയുള്ള ബ്രാഞ്ചുകളുടെ ചെറിയ വിവരണം പഠിക്കാൻ പോവുകയാണ്. 13. Health psychology or medical psychology, Arigya Manasastram. Health psychology, also sometimes called medical psychology or behavioral medicine, focuses on how biology, psychology, behavior, and social factors influence health and illness. ആരോഗ്യ മനഃശാസ്ത്രം, ചിലപ്പോൾ മെഡിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ ബിഹേവിയറൽ മെഡിസിൻ എന്നും അറിയപ്പെടുന്നു. ജീവശാസ്ത്രം, മനഃശാസ്ത്രം, പെരുമാറ്റം, സാമൂഹിക ഘടകങ്ങൾ എന്നിവ ആരോഗ്യത്തെയും രോഗത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. This area of psychology involves the promotion of health across a wide variety of domains, as well as the prevention and treatment of disease and illness. വൈവിധ്യമാർന്ന മേഖലകളിൽ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതും അസുഖങ്ങളുടെയും രോഗങ്ങളുടെയും വേദനയുടെയും പ്രതിരോധവും ചികിത്സയും ഉൾപ്പെടുന്നതുമാണ് ഈ മനഃശാസ്ത്ര മേഖല. Health psychologists often deal with health-related issues such as weight management, smoking cessation, stress management, and nutrition. ആരോഗ്യ മനഃശാസ്ത്രജ്ഞർ പലപ്പോഴും ശരീരഭാരം നിയന്ത്രിക്കൽ, പുകവലി നിർത്തൽ, സമ്മർദ്ദ നിയന്ത്രണം, പോഷകാഹാരം തുടങ്ങിയ ആരോഗ്യ സംബന്ധിയായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു. They might also research how people cope with illnesses, helping patients learn more effective coping strategies. രോഗങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നതിനെക്കുറിച്ച് അവർ ഗവേഷണം നടത്തുന്നു, അതുവഴി രോഗികളെ കൂടുതൽ ഫലപ്രദമായി നേരിടാനുള്ള തന്ത്രങ്ങൾ പഠിക്കാൻ സഹായിക്കുന്നു. Some professionals in this branch of psychology assist with the design of disease prevention and public awareness programs, while others work within the government to improve healthcare policies. മനഃശാസ്ത്രത്തിന്റെ ഈ ശാഖയിലെ ചില പ്രൊഫഷണലുകൾ രോഗപ്രതിരോധത്തിന്റെയും പൊതുജന അവബോധ പരിപാടികളുടെയും രൂപകൽപ്പനയിൽ സഹായിക്കുന്നു. മറ്റുള്ളവർ ആരോഗ്യ സംരക്ഷണ നയങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാരിനുള്ളിൽ പ്രവർത്തിക്കുന്നു. 14. Industrial, organizational psychology. വ്യാവസായിക സംഘടന മനഃശാസ്ത്രം. Industrial organizational psychology applies psychological principles to workplace issues. വ്യാവസായിക സംഘടനാ മനഃശാസ്ത്രം ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളിൽ മനഃശാസ്ത്ര തത്വങ്ങൾ പ്രയോഗിക്കുന്നു. This psychological area, often referred to as IO psychology, seeks to improve productivity and efficiency in the workplace while maximizing the well-being of employees. IO മനഃശാസ്ത്രം എന്നറിയപ്പെടുന്ന ഈ മനഃശാസ്ത്ര മേഖല ജീവനക്കാരുടെ ക്ഷേമം പരമാവധിയാക്കുന്നതിനൊപ്പം ജോലിസ്ഥലത്തെ ഉൽപാദനക്ഷമതയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു. It includes areas such as human factors. ഇതിൽ മനുഷ്യ ഘടകങ്ങൾ പോലുള്ള മേഖലകൾ ഉൾപ്പെടുന്നു. Human factors psychology focuses on human error, product design, ergonomics, human capability, and human-computer interaction. മനുഷ്യ ഘടകങ്ങളുടെ മനഃശാസ്ത്രം മനുഷ്യ പിശകുകൾ, ഉൽപ്പന്ന രൂപകൽപ്പന, എർഗണോമിക്സ്, വ്യക്തികളുടെയും പ്രവർത്തന പരിതസ്ഥിതികളുടെയുമായ പഠനം. മനുഷ്യശേഷി, മനുഷ്യ കമ്പ്യൂട്ടർ ഇടപെടൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. Its goal is to improve how people interact with products and machines. ആളുകൾ ഉൽപ്പന്നങ്ങളുമായും യന്ത്രങ്ങളുമായും ഇടപഴകുന്ന രീതി മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. This might involve helping to design products intended to minimize injury or creating workplaces that promote greater accuracy and safety. പരിക്കുകൾ കുറയ്ക്കുന്നതിന് ഉദ്ദേശിച്ചുള്ള ഉൽപ്പന്നങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ സഹായിക്കുകയോ കൂടുതൽ കൃത്യയും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്ന ജോലിസ്ഥലങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെട്ടേക്കാം. Research in IO psychology is known as applied research because it seeks to solve real-world problems. IO മനഃശാസ്ത്രത്തിലെ ഗവേഷണം പ്രായോഗിക ഗവേഷണം എന്നറിയപ്പെടുന്നു, കാരണം അത് യഥാർത്ഥ ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു.
These types of psychologists study topics such as worker attitudes, employee behaviors, organizational processes, and leadership. തൊഴിലാളികളുടെ മനോഭാവം, ജീവനക്കാരുടെ പെരുമാറ്റം, സംഘടനാ പ്രക്രിയകൾ, നേതൃത്വം തുടങ്ങിയ വിഷയങ്ങൾ ഈ തരത്തിലുള്ള മനഃശാസ്ത്രജ്ഞർ പഠിക്കുന്നു. 15. Personality psychology. വ്യക്തിത്വ മനഃശാസ്ത്രം. Personality psychology is the branch of psychology that focuses on the study of thought patterns, feelings, and behaviors that make each individual unique. വ്യക്തിത്വ മനഃശാസ്ത്രം എന്നത് മനഃശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ്. അത് ഓരോ വ്യക്തിയെയും അതുല്യമാക്കുന്ന ചിന്താരീതികൾ, വികാരങ്ങൾ, പെരുമാറ്റ രീതികൾ എന്നിവയെക്കുറിച്ചുള്ള പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. Classic theories of personality include Freud's psychoanalytic theory of personality and Erikson's theory of psychosocial development. വ്യക്തിത്വത്തിന്റെ ക്ലാസിക സിദ്ധാന്തങ്ങളിൽ ഫ്രോയിഡിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള മനോവിശ്ലേഷണ സിദ്ധാന്തവും എറിക്സന്റെ മനഃശാസ്ത്ര വികസന സിദ്ധാന്തവും ഉൾപ്പെടുന്നു. Personality psychologists might look at how different factors, such as genetics, parenting, and social experiences, influence personality development and change. ജനിതകശാസ്ത്രം, രക്ഷാകർതൃത്വം, സാമൂഹിക അനുഭവങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത ഘടകങ്ങൾ വ്യക്തിത്വ വികാസത്തെയും മാറ്റത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വ്യക്തിത്വ മനഃശാസ്ത്രജ്ഞർ പരിശോധിക്കുന്നു. They may also be involved in the creation or administration of personality tests. വ്യക്തിത്വ പരിശോധനകൾ സൃഷ്ടിക്കുന്നതിലോ നടത്തുന്നതിലോ അവർ ഉൾപ്പെടുന്നു. 16. School psychology. പള്ളിക്കൂട മനഃശാസ്ത്രം. School psychology is a type of psychology that involves working in schools to help kids deal with academic, emotional, and social issues. സ്കൂൾ സൈക്കോളജി എന്നത് സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ഒരു തരം മനഃശാസ്ത്രമാണ്. ഇത് കുട്ടികളെ അക്കാദമിക്, വൈകാരിക, സാമൂഹിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു. School psychologists also collaborate with teachers, students, and parents to help create a healthy learning environment. ആരോഗ്യകരമായ പഠന അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കുന്നതിന് സ്കൂൾ മനഃശാസ്ത്രജ്ഞർ അധ്യാപകരുമായും വിദ്യാർത്ഥികളുമായും രക്ഷിതാക്കളുമായും സഹകരിക്കുന്നു. Most school psychologists work in elementary and secondary schools, but others can be found in private clinics, hospitals, state agencies, and universities. മിക്ക സ്കൂൾ സൈക്കോളജിസ്റ്റുകളും പ്രാഥമിക, സെക്കൻഡറി സ്കൂളുകളിലാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ മറ്റുള്ളവരെ സ്വകാര്യ ക്ലിനിക്കുകൾ, ആശുപത്രികൾ, സംസ്ഥാന ഏജൻസികൾ, സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ കണ്ടെത്താൻ കഴിയും. Some go into private practice and serve as consultants, especially those with a doctoral degree in school psychology. ചിലർ സ്വകാര്യ പ്രാക്ടീസിലേക്ക് പോയി കൺസൾട്ടന്റുമാരായി സേവനമനുഷ്ഠിക്കുന്നു, പ്രത്യേകിച്ച് സ്കൂൾ സൈക്കോളജിയിൽ ഡോക്ടറൽ ബിരുദം നേടിയവർ. 17. Social psychology. സാമൂഹ്യ മനഃശാസ്ത്രം. Social psychology seeks to understand and explain social behavior. സാമൂഹിക പെരുമാറ്റം മനസ്സിലാക്കാനും വിശദീകരിക്കാനും സാമൂഹിക മനഃശാസ്ത്രം ശ്രമിക്കുന്നു. It looks at diverse topics including group behavior, social interactions and perceptions, leadership, nonverbal communication, and social influences on decision making. ഗ്രൂപ്പ് പെരുമാറ്റം, സാമൂഹിക ഇടപെടലുകളും ധാരണകളും, നേതൃത്വം, വാക്കേതര ആശയവിനിമയം, തീരുമാനമെടുക്കലിലെ സാമൂഹിക സ്വാധീനം എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന വിഷയങ്ങൾ ഇത് പരിശോധിക്കുന്നു. Social influences on behavior are a major interest in social psychology, but these types of psychologists are also focused on how people perceive and interact with others. സാമൂഹിക മനഃശാസ്ത്രത്തിൽ പെരുമാറ്റത്തെക്കുറിച്ചുള്ള സാമൂഹിക സ്വാധീനം ഒരു പ്രധാന താൽപര്യമാണ്. എന്നാൽ ഈ തരത്തിലുള്ള മനഃശാസ്ത്രജ്ഞർ ആളുകൾ മറ്റുള്ളവരെ എങ്ങനെ കാണുന്നുവെന്നും അവരുമായി ഇടപഴകുന്നുവെന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. This branch of psychology also includes topics such as conformity, aggression, and prejudice. മനഃശാസ്ത്രത്തിന്റെ ഈ ശാഖയിൽ അനുരൂപത, ആക്രമണം, മുൻവിധി തുടങ്ങിയ വിഷയങ്ങളും ഉൾപ്പെടുന്നു. 18. Sports psychology. കായിക മനഃശാസ്ത്രം. Sports psychology is the study of how psychology influences sports, athletic performance, exercise, and physical activity. സ്പോർട്സ് സൈക്കോളജി എന്നത് സ്പോർട്സ്, അത്ലറ്റിക് പ്രകടനം, വ്യായാമം, ശാരീരിക പ്രവർത്തനങ്ങൾ എന്നിവയെ മനഃശാസ്ത്രം എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ്. Individuals may work with a sports psychologist to improve their focus, develop mental toughness, increase motivation, or reduce sports-related anxiety. വ്യക്തികൾക്ക് അവരുടെ ശ്രദ്ധ മെച്ചപ്പെടുത്തുന്നതിനും മാനസിക കരുത്ത് വികസിപ്പിക്കുന്നതിനും പ്രചോദനം വർദ്ധിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠ കുറയ്ക്കുന്നതിനും ഒരു സ്പോർട്സ് സൈക്കോളജിസ്റ്റുമായി പ്രവർത്തിക്കാം. Some sports psychologists work with professional athletes such as pro sports players and top Olympians. ചില സ്പോർട്സ് സൈക്കോളജിസ്റ്റുകൾ പ്രൊഫഷണൽ സ്പോർട്സ് കളിക്കാർ,
മികച്ച ഒളിമ്പ്യന്മാർ തുടങ്ങിയ പ്രൊഫഷണൽ അത്ലറ്റുകളുമായി പ്രവർത്തിക്കുന്നു. Others utilize exercise and sports to enhance the health and well-being of non-athletes throughout their lifespan. മറ്റു ചിലർ വ്യായാമവും കായിക വിനോദവും ഉപയോഗപ്പെടുത്തുന്നത് അത്ലറ്റുകളല്ലാത്തവരുടെ ജീവിതകാലം മുഴുവൻ ആരോഗ്യവും ക്ഷേമവും വർദ്ധിപ്പിക്കുന്നതിനാണ്. Psychology is always evolving and new fields and branches continue to emerge. മനഃശാസ്ത്രം എപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയ മേഖലകളും ശാഖകളും ഉയർന്നുവന്നുകൊണ്ടിരിക്കുന്നു. It is important to remember that no single branch of psychology is more important or better than any other. മനഃശാസ്ത്രത്തിന്റെ ഒരു ശാഖയും മറ്റൊന്നിനേക്കാളും പ്രധാനമോ മികച്ചതോ അല്ലെന്ന് ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ്. Each area contributes to our understanding of the many different psychological factors that influence who we are, how we behave, and how we think. നമ്മൾ ആരാണെന്നും നമ്മൾ എങ്ങനെ പെരുമാറുന്നുവെന്നും എങ്ങനെ ചിന്തിക്കുന്നുവെന്നും സ്വാധീനിക്കുന്ന നിരവധി വ്യത്യസ്ത മാനസിക ഘടകങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തിന് ഓരോ മേഖലയും സംഭാവന നൽകുന്നു. Questions from today's lesson. ഇന്നത്തെ പാഠഭാഗത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ. 1. Health psychology or medical psychology, Arogya Manasastram, Enal Anton. 2. Industrial, organizational psychology. വ്യാവസായിക സംഘടന മനഃശാസ്ത്രം എന്നാൽ എന്ത്? 3. Personality psychology. വ്യക്തിത്വ മനഃശാസ്ത്രം എന്നാൽ എന്ത്? 4. School psychology. പള്ളിക്കൂട മനഃശാസ്ത്രം എന്നാൽ എന്ത്? 5. Social psychology. സാമൂഹ്യ മനഃശാസ്ത്രം എന്നാൽ എന്ത്? 6. Sports psychology. കായിക മനഃശാസ്ത്രം എന്നാൽ എന്ത്? I express my gratitude and love to all of you who participated in the class. ക്ലാസ്സിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. This concludes the brief descriptions of the branches of human psychology here. മനുഷ്യ മനഃശാസ്ത്രത്തിന്റെ ശാഖകളുടെ ചെറു വിവരണങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. If the gods will, we can meet again on another occasion with the deeper topics of psychology. ദൈവം അനുവദിച്ചാൽ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള ഗഹനമായ വിഷയങ്ങളുമായി മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. Thank you and greetings. May everyone be well. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലതു വരട്ടെ. Today's class was prepared by Counselor Alexander M. V. Pathanantita, mobile number 7907167566.